നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ചേനപ്പൂവ് തോരനാണ്. ഗ്രാമപ്രദേശങ്ങളിലാണ് ഈ പൂവ് കൂടുതലും കാണാറ്. ഈ പൂവ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം. ഒരു വർഷം പറിച്ചെടുക്കാത്ത ചേനയിൽ നിന്നുമാണ് സാധാരണയായി ഈ പൂവ് ലഭിക്കാറ്. ഇതുപയോഗിച്ച് തോരൻ, മസാലക്കറി എന്നിവ ഉണ്ടാക്കാം. പോഷകസമൃദ്ധവും ആരോഗ്യത്തിന് വളരെ മികച്ചതുമാണ് ചേനപ്പൂവ്. ചേന പോലെ തന്നെ ഇതിനും ചെറുതായി ചൊറിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. കാൽഷ്യം ഓക്സലേറ്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ചൊറിച്ചിലുണ്ടാകുന്നത്. ഈ പൂവ് വിരിഞ്ഞാൽ അധികം താമസിയാതെ പറിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ചീഞ്ഞു പോകും. ഇത് വിരിഞ്ഞ് നല്ലപോലെ വിടരുന്നതിന് മുൻപ് പൊട്ടിച്ചെടുക്കണം. മുഴുവനായി വിരിഞ്ഞാൽ ചീഞ്ഞ മാംസത്തിൻ്റെ മണം വരും. ഇത് ചെറുജീവികളെ ആകർഷിച്ച് പരാഗണം നടത്തുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ എല്ലാം കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയെടുക്കണം. ഇതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കി വയ്ക്കാം. കുറച്ചധികം വെള്ളം ഒഴിക്കണം. വിനാഗിരിക്ക് പകരം പുളിവെള്ളമോ മോരോ ചേർക്കാം. ഇത് ചൊറിച്ചിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളം വാർത്ത് കളഞ്ഞ് എടുക്കണം. ഒരു അരിപ്പയിൽ ഇട്ട് വെള്ളം വാർത്ത് കളയാം. പിന്നീട് ഒരു പാനിൽ ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ പൊടിയുപ്പ്, പിന്നീട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വേവാൻ ആവശ്യമായ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് വേവിക്കാൻ വയ്ക്കാം. തീ കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം. മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി തീ ചെറുതാക്കി വെച്ച് വേവിക്കാനായി 5 മിനിറ്റ് മൂടി വയ്ക്കാം. അടുത്തത് അരപ്പിനുള്ളത് ഒരുക്കിയെടുക്കാം. 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ള് ജീരകം ചേർത്ത് കൊടുക്കണം. ഇനി 2 വെളുത്തുള്ളി അല്ലി ചേർക്കാം. അടുത്തത് 4 പച്ചമുളക് കഴുകിയത് ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് മുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഇത് കൂടുതൽ അരയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കടുക് വറുത്തിടുന്നതിന് വേണ്ടി ഒരു പാൻ സ്റ്റവിൽ വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക് മുറിച്ചത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്ത് അതിനുശേഷം വേവിച്ച് വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നീട് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഇളക്കി കൊടുക്കണം. ഈ സമയം ഉപ്പ് നോക്കി പാകത്തിന് ചേർക്കാം. നേരത്തെ ചേർത്ത ഉപ്പ് തന്നെ മതിയാകും. ഇപ്പോൾ പാകത്തിനുണ്ട് അത്. ഇത് നല്ല രുചിയുള്ള ഒരു തോരനാണ്. ഇനി ഇത് മറ്റൊരു ഡിഷിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റും ആരോഗ്യത്തിന് ഗുണകരവുമായ ഒരു തോരനാണ്. ചേനപ്പൂവ് കിട്ടുമ്പോൾ മറക്കാതെ തന്നെ കറി വെച്ച് കഴിക്കണം. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പോഷകങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. താങ്ക് യു.